السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر بأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وضرأ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وما ينطق عن الهوى إن هو إلا وحي يوحى. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനാദരവുള്ള മഹത്തുക്കളായ ഈ വേദിയിൽ ഉപേക്ഷിതരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലെ ഉയർന്നതായ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ സമ്മേളിച്ച ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ബഹുമാനമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നല്ല ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും സന്തോഷിക്കണ ഏറ്റവും വളരെയധികം ഉന്നതമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ ഒരു മദ്രസ നിർമ്മിക്കപ്പെടുമ്പോൾ നമ്മൾ മാത്രമല്ല സന്തോഷിക്കുന്നത്, ഇവിടുത്തെ സർവ സമുദായങ്ങളും സന്തോഷിക്കണം. ഇവിടുത്തെ സർവ മഖ്ലൂക്കാത്തുകൾ സന്തോഷിക്കണം. ഇവിടുത്തെ മരം സന്തോഷിക്കും, ഇവിടുത്തെ മണ്ണ് സന്തോഷിക്കും. ഇവിടുത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സർവ മഖ്ലൂക്കാത്തുകളും സന്തോഷിക്കുന്നതായ ഒരു വലിയൊരു മുഹൂർത്തമാണത്. ഒരു മദ്രസ നിർമ്മിക്കപ്പെടുക, ആ മദ്രസൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുക എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മൾ ഈ മുസ്ലിമീങ്ങളാവുന്ന നമ്മൾ മാത്രമല്ല സന്തോഷിക്കണത്, അള്ളാഹുവിൻ്റെ മലായിക്കത്ത് സന്തോഷിക്കുകയാണ് ഈ മുഹൂർത്തത്തിൽ. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ മുഖദ്ദസ്തായ അർവാഹുകൾ മുഴുവനും സന്തോഷിക്കുകയാണ്. ഇവിടുത്തെ സർവ്വജീവികൾ സന്തോഷിക്കുകയാണ്. ഇതര സമൂഹങ്ങൾ മുഴുവനും സന്തോഷിക്കണം. നമ്മളെ സഹോദര സമുദായങ്ങൾ മുഴുവനും സന്തോഷിക്കണം. അപ്പോൾ ഇവിടുത്തെ സർവ്വ അല്ലാഹുവിൻ്റെ മഖ്ലൂക്കാത്തുകളും സന്തോഷിക്കുന്നതായ ഒരു മുഹൂർത്തം, ആ മുഹൂർത്തമാണ് ഇവിടെ ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. കാരണം ഒരു മദ്രസ നിർമ്മിക്കപ്പെടുമ്പോൾ ഇവിടെ മദ്രസയിൽ കൂടി ഉണ്ടാക്കപ്പെടുന്നതായ ഈ വിജ്ഞാനം, അത് വിശുദ്ധമാകുന്ന ശരീഅത്തിൻ്റെ വിജ്ഞാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആ വിശുദ്ധമായ ദീൻ, ആ ദീനിന് ഒരു നിലക്കുള്ളതായ പോറലും ഏൽക്കാതെ അത് വളരെയധികം ശ്രദ്ധിച്ചും കൊണ്ട് കൈകാര്യം ചെയ്യപ്പെടുന്നതായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്നതായ പ്രസ്ഥാനം അതിവിടെ എന്തിന് നിലകൊള്ളുന്നു എന്ന് ചോദിച്ചാൽ, വിശുദ്ധമാവുന്നതായ ശരീഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷ കാലഘട്ടത്തിൻ്റെ ഉള്ളിലായിട്ട് അവതരിപ്പിച്ച അത് ഒരു വലിയൊരു തുടക്കത്തിൻ്റെ ഒരു സമാപ്തിയായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിവിടെ കൈകാര്യം ചെയ്തു പോകുന്നതാണ് ഈ വിശുദ്ധമാവുന്നതായ ഈ ദീൻ. ഈ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് അതിന് മഹാന്മാരാവുന്നതായ അമ്പിയാക്കന്മാർ മുഴുവനും ഇവിടെ ഈ വിശുദ്ധമാവുന്നതായ മതത്തിൻ്റെ ഈ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരവിടെ അയച്ചിട്ടുള്ളത്, സർവ്വ അമ്പിയാക്കന്മാരെ. അതിൻ്റെ സമാപ്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ഇവിടെ കൈകാര്യം ചെയ്തു പോകുന്നതായ ഈ വിശുദ്ധമാവുന്നതായ ശരീഅത്ത്, ഈ വിശുദ്ധമാവുന്നതായ ദീൻ
ആ ദീനിൻ്റെ പൂർണ്ണ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടി അവതരിപ്പിച്ചുകൊണ്ട് അതിനെ അല്ലാഹു അവസാനിപ്പിച്ചു. അത് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ളതായ മനുഷ്യ സമൂഹങ്ങൾക്ക് ആവശ്യമാവുന്നതായ അതിന് ഉപദേശങ്ങളും അവർക്ക് ആവശ്യമാവുന്നതായ ഇബാദത്തിൻ്റെ ആ വശങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തോടു കൂടി അതിനെ എന്തായി മനുഷ്യൻ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയപ്പോൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന ഉമ്മത്തിനിക്ക് ഏത് കാലത്തും കാലികമാവുന്നതായ നിയമങ്ങൾ, അതാണ് വിശുദ്ധ ശരീഅത്തിൻ്റെ നിയമം. ഏത് കാലത്ത് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അത് കാലികമാണ്. അങ്ങനത്തെ വിശുദ്ധമാവുന്നതായ ഈ നിയമങ്ങളെ 23 വർഷ കാലഘട്ടത്തിൻ്റെ ഉള്ളിലായും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ കൈകാര്യം ചെയ്തതായ ഈ ദീൻ, എന്താ ഈ ദീൻ എന്ന് പറഞ്ഞാൽ? ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഏതെങ്കിലും ഒരാളെ നിർബന്ധിച്ചും കൊണ്ട് കൊണ്ടുവരുന്നതായ ഒരു പ്രത്യേകമാവുന്നതായ ഒരു നിയമസംഹിതല്ല. ദീൻ എന്നുള്ളത് വദഉൻ ഇലാഹിയുൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിശ്ചയിച്ചതായ പ്രത്യേകമാവുന്നതായ ചില നിശ്ചയങ്ങളാണ്. സായിഖുൻ ലിദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ള ആളുകൾ അത് തെളിച്ചു കൊണ്ടുപോകും. ബി ഇഖ്തിയാരിഹിമുൽ മഹ്മൂദ്, അവരിലുള്ളതായ ഏറ്റവും അധികം സ്തുതിക്കപ്പെടേണ്ടതായ അവരുടെ സ്വയഷ്ടപ്രകാരം അവരെ തെളിച്ചു കൊണ്ടുപോകും. എവിടേക്ക്? ഇലാമാ ഹുവ ഖൈറുൻ ലഹും ബിദ്ദാത്ത്, എല്ലാ നിലക്കും അവർക്ക് ഉത്തമമാവുന്നതായ ഒരു പാന്താവിലേക്ക് അവരെ തെളിച്ചു കൊണ്ടുപോകും. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ഒരാളെ എന്തെല്ലാം നിർബന്ധിച്ചു കൂട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നുബുവത്ത് നൽകപ്പെട്ടതിൻ്റെ ശേഷം 23 വർഷം ഈ വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്തിൻ്റെ ഭരണം ഇവിടെ നടത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ജീവിച്ചു. ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധമാവുന്ന ശരീഅത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇന്നിപ്പോൾ ഒരു സമ്പ്രദായമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, മുസ്ലിം പേരുള്ള ആരിവിടെ എന്ത് തീവ്രത അല്ലെങ്കിൽ ഭീകര പ്രവർത്തനമോ നടത്തിയാൽ മുസ്ലിങ്ങളൊക്കെ എങ്ങനെയാണ്, മുസ്ലിങ്ങൾക്കുള്ള സ്വഭാവം ഇതാണെന്ന് എല്ലാം മുസ്ലിങ്ങളെ മേലിൽ വെച്ച് കെട്ടുന്നതായ ഒരവസ്ഥ. ഇത് എവിടുന്ന് ഉത്ഭവിച്ചതാണെന്ന് ചോദിച്ചാൽ, ശരീഅത്തിനെ സംബന്ധിച്ച് വേണ്ടതുപോലെ അറിവില്ലാത്തതായ അജ്ഞതയിൽ നിന്നുണ്ടാവുന്നതാണ്. കാരണം ഈ വിശുദ്ധ ശരീഅത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇസ്ലാമിക ഭരണം ഇവിടെ നടത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തി. മഹാനാവുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പോലത്തെ മഹാന്മാരൊക്കെ ഇവിടെ ഈ നടത്തിയ ഈ ഭരണം, ആ ഭരണത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഏതെങ്കിലും ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭരണകാലത്ത് മക്ക മദീന അതിൻ്റെ ചുറ്റുപാടും അന്ന് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ വന്നുപെട്ട ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ അവിടെ പരിശോധിച്ചു നോക്കും. ഏതെങ്കിലും ഒരാളെ നിർബന്ധമായിട്ടൊരു മതപരിവർത്തനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം ഭരണം നടത്തിയതായ മഹാന്മാരാവുന്ന ഈ ഖുലഫാഉൽ അർബഅ അവർ ഏതെങ്കിലും ഒരാളെ നിർബന്ധമായി ഒരു മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ആ ഭരണം പരിശോധിച്ച് നോക്ക്, ആര് നിർബന്ധമായിട്ട് മതത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിൻ്റെ അർത്ഥം? സായിഖുൽ ദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ള ആളുകൾ അത് തെളിച്ചു കൊണ്ടുപോകുന്ന. ബി ഇഖ്തിയാരിഹിമുൽ മഹ്മൂദ്, അവർക്കുള്ളതായ സ്വയഷ്ടപ്രകാരം അവരെ തെളിച്ചു കൊണ്ടുപോവുക. എവിടേക്ക്? ഇലാമാ ഹുവ ഖൈറുൻ ലഹും ബിദ്ദാത്ത്, അവർക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ ഉത്തമമാവുന്നതായ ഒരു പാന്താവിലേക്ക് അവർക്കുള്ള സ്വയഷ്ടപ്രകാരം അവരെ തെളിച്ചു കൊണ്ടുപോകുന്നതായ ഇലാഹിയാവുന്നതായ ഒരു സംവിധാനമാണ് ദീൻ. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ഈ ദീനിൻ്റെ കാര്യത്തിൽ ഒരു നിർബന്ധമായും കൊണ്ടുള്ളതായ ഒരു കൽപ്പന, നിർബന്ധമായും കൊണ്ട് ഒരു മതപരിവർത്തനം നടത്തേണ്ടതായ ഒരു സ്വഭാവം വിശുദ്ധമായ ദീനിലില്ല. ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, സത്യം ഏതാണോ അസത്യം ഏതാണെന്നുള്ളത് വളരെ വ്യക്തമായ നിലക്ക് അത് വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടുള്ളത് ഒരു മതപരിവർത്തനത്തിൻ്റെ ഒരു ആവശ്യമില്ല. അത് വിശുദ്ധമാവുന്ന ദീനിൻ്റെ ശൈലിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്തിൽ നിന്നുള്ള ചിലർ പറഞ്ഞു,
ചില ക്രിസ്തീയ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിന് മദീനത്തുക്കൊക്കെ വന്ന ആളുകളിൽ ആകർഷിച്ചു കൊണ്ടിട്ട് അവർ മുഖേന ചില സഹാബികൾക്കുള്ള മക്കളൊക്കെ ക്രിസ്ത്യാനികളായപ്പോൾ അവരെ ഈ കച്ചവടക്കാരെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അവർ സന്നദ്ധരായി. അപ്പോൾ അവരെ രക്ഷിതാക്കൾ ഇടപെട്ടുകൊണ്ട് അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എൻ്റെ ഒരു മകൻ, എൻ്റെ 2 മകൻ അവൻ ക്രിസ്ത്യാനിയായിട്ടുണ്ട്. അവന് ആ ക്രിസ്ത്യാനികളെ കൂടെ എന്താ വേണം, കച്ചവട സംഘമായി ഇവിടെ വന്ന ക്രിസ്ത്യാനികളെ കൂടെ അവർ പോകാൻ വേണ്ടി അവർ തയ്യാറെടുത്തിട്ടുണ്ട്, ഞാൻ അവരെ തടഞ്ഞു നിർത്തട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞത് എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ. ഹിദായത്ത് എന്നുള്ളത് അൽ ഹിദായത്തു അംറും മിൻ ലദൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെടുന്നതായ ഒരു അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഒരു അനുഗ്രഹമാണത്. അതൊരാൾക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ലത്. അപ്പം അതുകൊണ്ട് അവരെ നീ തടഞ്ഞു നിർത്തണ്ട, അവരെ നീ നിർബന്ധിച്ചുകൊണ്ട് നീ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പണിക്കു നീ നിൽക്കേണ്ടതാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രബോധന ശൈലി. ഇതാണ്. അപ്പോൾ ഇവിടെ ആര് എന്ത് തീവ്രവാദം അല്ലെങ്കിൽ ഭീകരതയോ മുസ്ലിം പേരുള്ള ആരെങ്കിലും ആളുകൾ ഉണ്ടാക്കി തീർത്താൽ അതൊക്കെ വിശുദ്ധ ഇസ്ലാമിൻ്റെ മേൽ വെച്ച് കെട്ടുന്നതായ ഒരവസ്ഥ, അത് തെറ്റാണ്. അത് ഇസ്ലാമിൻ്റെ ഈ വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ അതിൻ്റെ വശങ്ങളെ സംബന്ധിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത അജ്ഞതയിൽ നിന്നുണ്ടായിത്തീരുന്നതാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കുള്ളതായ ഈ മുസ്ലിം നിയമങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് 3 ത്വലാഖ്, അതുപോലെ തന്നെ ബഹുഭാര്യത്വം, ഇതിനൊക്കെ എതിർക്കപ്പെടുന്ന സ്വഭാവം എന്നുള്ളത് അത് ഒരിക്കലും അത് ശരിയല്ല. കാരണം അത് വിശുദ്ധമായ ഇലാഹിയാവുന്നതായ നിയമങ്ങളാണത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപദ്രവപരമാവുന്ന ഒരു നിയമം വിശുദ്ധ ശരീഅത്തിലില്ല. സ്ത്രീനെ വിശുദ്ധ ശരീഅത്തിൻ്റെ കൽപ്പന എന്താ? നീ കല്യാണം ചെയ്ത് പിറ്റേന്ന് തന്നെ തൊലാഖ് ചൊല്ലിക്കൊന്ന, അല്ലെങ്കിൽ 3 തലാഖും ചൊല്ലി ഒഴിവാക്കിക്കൊന്ന. തൊലാഖ് എല്ലാം വേണ്ടിയാണോ കല്യാണം ചെയ്യണത്? ത്വലാഖ് എന്നുള്ളത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനിക്കുള്ള ഒരു അവകാശമാണ്. ചില നിർബന്ധിത ഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ സംഗതിയാണ് ത്വലാഖ്. അതിൻ്റെ പ്രത്യേക ഘട്ടം വരുമ്പോൾ അതിന് പ്രത്യേകമാവുന്ന നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഒരുത്തൻ ത്വലാഖ് ചെല്ലാൻ അവൻ നിർബന്ധിതനാവുമ്പോൾ അവൻ ത്വലാഖ് ചെല്ലണം. അതുകൊണ്ടല്ലേ ഇന്ന അബ്ഗവൽ ഹലാലി ഇലല്ലാഹ് ത്വലാഖ്. ഇഷ്ടമുള്ള സംഗതി തന്നെയാണ്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുക്കുന്ന സംഗതിയാണ്. സംഗതി അല്ലാഹു ഹലാലാക്കിയതാണ്. കാരണം നിർബന്ധ ഘട്ടത്തിൽ ഒരു പെണ്ണിനെ ചിലപ്പോൾ ഭർത്താവിനിക്ക് ത്വലാഖ് ചെല്ലേണ്ടി വരും. അത് ചിലപ്പോൾ 3 ത്വലാഖും ചെല്ലേണ്ടി വരും. അങ്ങനെ 3 ത്വലാഖും ഒന്നിച്ച് ചെല്ലിയാലും 1 പോവുള്ളൂ, അതേ 3 പോവുള്ളൂ എന്നുള്ളത് കുറേ മുമ്പെന്നുള്ളതായ മഹാന്മാരാവുന്ന അയിമ്മത്തുൽ അർബഅത്തിൻ്റെ ഇത്തിഫാഖാണ്. അവർ ഏകകണ്ഠമായ അഭിപ്രായമാണ്. മുജാഹിദ് ജമാഅത്ത് എന്ത് പറഞ്ഞാലും ശരി, അവർക്കുള്ളതായ ഏകകണ്ഠമായ അഭിപ്രായമാണ് 3 ത്വലാഖും ഒന്നിച്ച് ചെല്ലിയാൽ 3 ത്വലാഖും പോകും തന്നെ. അപ്പം ഞാൻ എൻ്റെ ഭാര്യൻ്റെ 3 ത്വലാഖും ചൊല്ലിയെന്ന് ഒരുത്തം പറഞ്ഞാൽ 3 ത്വലാഖും പോകുന്നുള്ളത് അയിമ്മത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായമാണത്. അത് വിശുദ്ധ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തിയതാണത്. ആ 3 ത്വലാഖ് എപ്പോഴും ചെല്ലണം എന്നല്ല ഇസ്ലാമിൻ്റെ ശൈലി. അത് ആവശ്യമുള്ള അതിൻ്റെ പ്രത്യേക നിബന്ധനയോടുകൂടി അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമ്പോൾ. അതുപോലെ തന്നെ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇങ്ങനെ എല്ലാവരും നടന്ന് പെണ്ണുകെട്ടിക്കോന്ന് പറയുന്ന ഒരു മത. ഇവിടെ ഇതിനേക്കാൾ വലിയ എത്ര ദിവസങ്ങൾ ഇവിടെ നടന്നു, അന്ന് അതിനൊന്നും എതിർത്തില്ല. 4 ആൾ കൂടുന്ന വീട്ടിലുള്ളവരെല്ലാം കൂടി ഒരു പെണ്ണ് കൊടുന്നതായ അങ്ങനത്തെ ആചാരങ്ങൾ ഇവിടെ ചെയ്യുന്നോ? അതിനൊക്കെ അല്ലേ എതിർക്കേണ്ടത്. 4 ആൾ കൂടി വീട്ടിൽ എത്ര ആളുണ്ടോ എല്ലാവർക്കും കൂടി ഒരു പെണ്ണ് കൊണ്ടുവരിക. ഇജാതി ആചാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ മുസ്ലിം ശരീഅത്തിൽ എന്തുണ്ട്? ഒരാൾക്ക് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ അവനക്ക് 4 വരെ കല്യാണം ചെയ്യാന്ന് തന്നെ കല്യാണം ചെയ്യണം എന്നല്ല, ചെയ്യേണ്ട ആവശ്യമുള്ള സമയത്ത് അവനിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ എന്ത് വേണം? ഒന്ന്, ഈ ചെയ്യലിനിക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്. കണ്ടോണം പോയി പെണ്ണിട്ടല്ല. പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരുത്തനിക്ക് ഒരു ഭാര്യ ഉള്ളതിനോട് കൂടെ ഒരു ഭാര്യയിൽ കൂടി അവൻ്റെ ആഗ്രഹങ്ങളും മറ്റുള്ള ആവശ്യങ്ങളും അത് സാധിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അവനോട് പറയേണ്ടത് ഇജ്ജ് പോയി സിനാ ചെയ്തോ എന്നാണ് പറയേണ്ടത്, ഇജ്ജ് പോയി വ്യഭിചരിച്ചോ എന്നാണ് പറയേണ്ടത്. അതല്ലല്ലോ പറയേണ്ടത്. ഒരുത്തന് ഒരു ഭാര്യയിൽ കൂടി അവൻ്റെ ആവശ്യങ്ങൾ പരിപൂർണമായിട്ട് അതിനെ സാധിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അവനോട് എന്താ പറയേണ്ടത്? അവിടെയാണ് വിശുദ്ധ ശരീഅത്ത് അവനോട് കൽപ്പിക്കുന്നത്, നീ വേണമെങ്കിൽ 2ാമത്തെ കെട്ടിക്കോ. പക്ഷെ ആ 2ാമത്തെ കെട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ 2ാമത്തെ ഒരു ഭാര്യക്ക് അതിന് ഒരുപാട് നിയമങ്ങൾ വിശുദ്ധമാവുന്ന ശരീഅത്തിലുണ്ട്. ആ നിബന്ധനകളൊക്കെ ഉൾക്കൊണ്ടും കൊണ്ടിട്ട് ഇനി 2ാമത്തെ കെട്ടിക്കോ, അല്ലെങ്കിൽ 2 കൊണ്ടും സാധിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ 3 കെട്ടിക്കോ.
3 കൊണ്ട് സാധിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ 4 കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് സാധിപ്പിക്കപ്പെടാത്ത ഒരുത്തനോട് പിന്നെ കൽപ്പിക്കേണ്ടത് എന്താ? നീ പോയി വ്യഭിചരിച്ചോന്നാ അതാ പറയേണ്ടത്. അപ്പോൾ വ്യഭിചരിച്ചോ എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണോ അപ്പോൾ വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ തെറ്റ്? അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിശുദ്ധ ശരീഅത്ത് അത് പൂർണ്ണമായും അത് കാലികമാണ്. ആരുമായും സംവദിക്കാൻ നമ്മൾ തയ്യാറാണ്. ഖിയാമത്ത് നാൾ വരെ ഇത് കാലികമാണ്. ഈ ശരീഅത്തിൻ്റെ നിയമങ്ങളുണ്ടല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചതിനെ വിശേഷിപ്പിച്ചത് എന്താ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹ്യ് കൊണ്ട് മാത്രമേ നബി സംസാരിക്കുള്ളൂന്ന, വഹ്യല്ലാത്തൊന്നും നബി സംസാരിക്കാനില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും കൽപ്പിക്കപ്പെടുന്നതായ ആ കൽപ്പനകൾ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുള്ളൂ. അത് വിശുദ്ധമാവുന്നതായ ഇലാഹിയാവുന്നതായ കൽപ്പനകളാണത്. ഇലാഹിയായ കൽപ്പനകളാവുമ്പോൾ അത് കാലികമായിട്ട് ഏത് കാലത്തും ഏത് കാലത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ഏത് കാലത്തും അത് പുതിയത് തന്നെയായിരിക്കും. ഏത് കാലത്തിനും പറ്റുന്നതായ നിയമങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അങ്ങനത്തെ നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. മനുഷ്യനിർമ്മിതമായ നിയമങ്ങളാണെങ്കിൽ അത് പലപ്പോഴും അതിനെ പരിവർത്തനത്തിന് അത് വിധേയമാവേണ്ടി വരും തീർച്ചയായിട്ടും. ഇലാഹിയായ നിയമങ്ങളാണെങ്കിലോ അത് പരിവർത്തനത്തിന് അത് വിധേയമാവേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ട് ഈ നിയമങ്ങൾ ഇവിടെ എന്താവും എന്നറിയോ? ഖിയാമത്ത് നാൾ വരെ അതിനെ സംരക്ഷിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്നതായ കണ്ടില്ലേ, ഒരുപാട് ആളുകൾ വിശുദ്ധ ഖുർആനെ പരിശോധിച്ച് നോക്ക്. ഖുർആനിൽ പലതും കടത്തിക്കൂട്ടാൻ പലരും ശ്രമിച്ചു. വിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാനങ്ങളിൽ പലതും കൂട്ടാൻ പലരും ശ്രമിച്ചു. മഹാന്മാരാവുന്നതായ അയിമ്മത്ത് അവർക്കുള്ളതായ വാക്കുകളിലും അവർക്കുള്ളതായ കിതാബുകളിലും പലതും കടത്തിക്കൂട്ടാൻ പലരും ശ്രമിച്ചു. പക്ഷെ ഒക്കെ പിടിക്കപ്പെട്ടില്ലേ. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളിൽ പലതും സിയോണിസ്റ്റുകളും അതുപോലെ തന്നെ ജൂതന്മാരും പലതും കടത്തിക്കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കടത്തിക്കൂട്ടിയതാണ്, ഇത് അസത്യമാണെന്ന് മനസ്സിലാക്കാൻ കൽപ്പുള്ളതായ ഒരു വിഭാഗം ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവും. അതാണ് മഹത്തുക്കളാവുന്നതായ ഇമ്മത്ത്. ആ പ്രവൃത്തിയാണ് മഹത്താവുന്നതായ ഈ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലേക്കോ അല്ലെങ്കിൽ തിരുസുന്നത്തിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കോ ഏതെങ്കിലും ഒരു നിലക്കുള്ളതായ കടത്തലുകൾ ആര് കടത്തിക്കൂട്ടിയാലും അത് ആ സമയത്ത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എതിർക്കാനും അതിനെ പ്രതിരോധിക്കാനും കൽപ്പുള്ളതായ പണ്ഡിതന്മാരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുള്ളത്. അപ്പം അങ്ങനത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്നതായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഈ കേരളത്തിൽ ഒരു വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലുള്ള മദ്രസകളൊക്കെ. ഇങ്ങനെ ഇവിടെ ഏതൊരു സംഘടനകൾക്കാണ് അവകാശപ്പെടാനുള്ളത്? ഒരു സംഘടനക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രമാത്രം ഒരു വിപ്ലവം സൃഷ്ടിച്ചതായ ഒരു സംഘടന ഈ കേരളത്തിലില്ല. ഇങ്ങനൊന്നും അവകാശപ്പെടാനുള്ള കൽപ്പുള്ള ഒരു സംഘടനയും കേരളത്തിലില്ല. നമ്മൾ 10,000 മദ്രസ എന്ന് പറഞ്ഞാൽ അത് കളവ് പറയല്ല, 1 മുതൽ 10 വരെ തന്നെയാണ്. 1 മുതലാണ് ഈ എണ്ണേണ്ടത്, അല്ലാതെ 500 അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ 7500 നമ്പർ ഇട്ടിട്ടല്ല എണ്ണത്. 1 മുതൽ അങ്ങനെ അങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ ഓരോ വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തിലും 5ഉം 10ഉം 6ഉം 7ഉം മദ്രസകൾ നമ്മൾ അംഗീകരിക്കുകയാണ്. അങ്ങനെയാണ് ഈ 10,000-ഓളം മദ്രസ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നടത്തപ്പെടുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു മദ്രസൻ്റെ ഒരു കെട്ടിടം ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എല്ലാവരും സന്തോഷിക്കണം. എന്തുകൊണ്ടാണ്? ഇവിടുന്ന് പഠിപ്പിക്കപ്പെടുന്നത് അത് തീവ്രവാദമല്ല, അത് ഭീകരവാദമല്ല. ഭീകരതനൊക്കെ തടഞ്ഞു നിർത്താൻ ഇവിടെ സഹായിച്ചത് എന്തുകൊണ്ടാണ്? കേരളത്തിലൊക്കെ എത്രമാത്രം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനവും അതിൻ്റെ ഇതുപോലുള്ള മദ്രസകളൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ടിട്ടാണ്. എല്ലാറ്റിൻ്റെയും സ്ഥിതി ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ. സലഫിസത്തിൻ്റെ സ്ഥിതി നമുക്കറിയാം. അതാകെ തൂറ്റിപ്പോവുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ഏത് ബിദഈ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ ഒരുപാട് കള്ള തരീഖത്തുകൾ ഇവിടെ വന്നു. ഈ കള്ള തരീഖത്തുകളെ അതേ സമയത്ത് അതിനെ കടിഞ്ഞാടിടാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധിച്ചു. അങ്ങനെ ഇതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു വിപ്ലവം ഇൽമിയാവുന്നതായ വിദ്യാഭ്യാസപരമാവുന്നതായ ഒരു വിപ്ലവം, പ്രബോധനപരമാവുന്നതായ ഒരു വിപ്ലവം ഇതൊക്കെ സൃഷ്ടിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രമേ ഇവിടെ സാധിച്ചിട്ടുള്ളൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് അത് സാധിക്കുകയുള്ളൂ. കാരണം ഇത് പൂർണ്ണമായി ഒരു ഇലാഹിയായ സംഘടനയാണ്. ഭൗതികമാവുന്നതായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ
ഭൗതികമാവുന്നതായ താല്പര്യത്തിന് വേണ്ടിയോ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതായ സംഘടനയല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ ഇതുപോലുള്ളൊരു മദ്രസ നമ്മളിവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു മദ്രസ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ, ഈ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നത് എന്താ? ശരീഅത്തിൻ്റെ ശരിയായ നിയമങ്ങളാണ്. കണ്ടോ? സഹോദര സമുദായങ്ങളോട് എങ്ങനെ പെരുമാറണം, സ്വയം സമുദായങ്ങളോട് എങ്ങനെ പെരുമാറണം, വലിയവരോട് എങ്ങനെ പെരുമാറണം, ചെറിയവരോട് എങ്ങനെ പെരുമാറണം, മരത്തിനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, കല്ലിനോട് എങ്ങനെ നിൽക്കണം, വെള്ളത്തിനോട് എങ്ങനെ നിൽക്കണം, മൃഗങ്ങളോട് എങ്ങനെ പെരുമാറണം, ഇവിടുത്തെ സർവ്വ വസ്തുക്കളോടും പെരുമാറേണ്ടതായ പെരുമാറ്റച്ചട്ടവും അതിനുള്ളതായ പ്രത്യേകമാവുന്ന നിയമങ്ങളും, ഇതൊക്കെ A to Z വരെ പ്രഖ്യാപിക്കപ്പെട്ടതായ ഏക ഒരു മതം അത് വിശുദ്ധമാവുന്നതായ ഇസ്ലാം മാത്രമാണ്. കണ്ട, ഓരോ വിഷയത്തിനെ സംബന്ധിച്ചും അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നുകൊണ്ടിട്ട് ചർച്ച, അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട്, അതുകൊണ്ടല്ലേ ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളായി കൊണ്ട് മഹാന്മാരാവുന്ന അയിമ്മത്ത് രചിച്ചിട്ടുള്ളത്. അങ്ങനെ രചിക്കപ്പെടാൻ കാരണം എന്തുകൊണ്ടാണ്? ഈ വിശുദ്ധമാവുന്നതായ ശരീഅത്ത് ഇവിടെ ഈ ലോകത്തുള്ളതായ സർവ്വ വസ്തുവിനോട് ബന്ധിക്കുന്നതായ പ്രശ്നങ്ങളിലേക്കും അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വിശുദ്ധമായ ശരീഅത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതാണ് ഇസ്ലാം എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു മതസൗഹാർദ്ദവും മതപരമാവുന്നതായ ഈ കാണുന്നതായ ഈ ഐക്യവും ഈ നന്മയും ഒക്കെ പഠിപ്പിക്കപ്പെടുന്നതായ മദ്രസകളാണ് നമ്മളെ മദ്രസകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസകൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ ഇതുപോലുള്ള മദ്രസകൾ ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ ലോകത്ത് നമ്മൾ മാത്രമല്ല സന്തോഷിക്കുന്നത്, ലോകത്തുള്ള സർവ്വ വസ്തുക്കളും സന്തോഷിക്കുന്നതായ ഒരു ഏറ്റവും ഉന്നതമാവുന്നതായ ഏറ്റവും നല്ലതായ ഒരു മുഹൂർത്തമാണത്. നല്ലൊരു മുഹൂർത്തം. അപ്പം കാലികമായും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, മദ്രസൻ്റെ പഠനം ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളതായ സൗകര്യങ്ങളൊക്കെ, ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂം എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശൈലിയിലാണ് നബി ദഅവത്ത് നടത്തിയിട്ടുള്ളത്. ഹദീസിൽ കണ്ടില്ലേ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഖവ്വലുന ബിൽ മൗഇദത്തി വൽ ഇൽം. ഇൽമ് മൗഇദത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്കുള്ള മനഃശാസ്ത്രം പരിഗണിച്ചുകൊണ്ടിരുന്ന് ഞങ്ങളോട് എന്താക്കിയത്, നബി ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്നത്. ഓരോരോ വിദ്യാർത്ഥികൾക്കുള്ള മനഃശാസ്ത്രം നോക്കുക, അവർക്ക് പഠിക്കാനുള്ളതായ മറ്റുള്ള സൗകര്യങ്ങൾ നോക്കുക. ചില ആളുകളോട് പറയും ഇനി എന്നും പഠിക്കാൻ വരണ്ടാന്ന്, ചില ആളുകളോട് പറയും ഇനി എന്നും പഠിച്ചു. ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അവരെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല, അക്സർ അബൂ ഹുറൈറ. ഈ അബൂ ഹുറൈറ എന്നുള്ളത് എന്തൊരു പച്ചപ്പാവ, ഇവനുണ്ടല്ലോ, ഇവൻ ഒരുപാട് ഹദീസുകളെ പെരുപ്പിച്ചു പറഞ്ഞു എന്ന് സഹാബത്ത് പറയാൻ തുടങ്ങി അബൂ ഹുറൈറയെ പറ്റി. അതെന്താ കാരണം? അവർക്ക് അവരെ മാനസിക അവസ്ഥയും അവരെ ശരീരപ്രകൃതിയും അവർക്കുള്ള മനഃശാസ്ത്രമൊക്കെ നോക്കിക്കൊണ്ടിട്ട് അവർക്ക് സർവ്വസമയത്തും വിശുദ്ധമാവുന്ന ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സമയത്തും നബിൻ്റെ ഒരു പഠിതാവായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊപ്പം കൂടുന്നതിന് പ്രയാസമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ അങ്ങനെ പഠിച്ചോ എന്ന് പറഞ്ഞു. ചിലരോട് പറഞ്ഞു ഈ ആഴ്ചയിൽ ഒരിക്കൽ അവിടെ വന്നാൽ മതി ക്ലാസ്സിനെന്ന് പറഞ്ഞു. ചിലരോട് ഈ ആഴ്ചയിൽ 3 ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെയും ബുദ്ധി നോക്കി. ബുദ്ധിയുള്ളവരെ മാത്രം എടുത്തല്ല റസൂല പഠിപ്പിച്ചത്, ബുദ്ധിയുള്ളവരെ എടുത്തു, ബുദ്ധിയില്ല ഏത് ജാതി ബണ്ടനെയും കൊണ്ടുവന്നു. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞത്. ബുദ്ധിയുള്ളവരെ മാത്രം എടുത്ത് പഠിപ്പിക്കേണ്ടതല്ലത്. ഇത് ബുദ്ധിയുള്ളവനും പഠിക്കണം, ബുദ്ധിയില്ലാത്തവനൊക്കെ പഠിക്കണോടോ. എല്ലാവരെയും എടുത്ത് പഠിപ്പിക്കേണ്ടതായ ഒരു സംവിധാനമാണ്. ഇപ്പോൾ നമ്മൾ മദ്രസയിൽ പറയും, കുട്ടികളെ ചെറുത്തും പറയാം, ബുദ്ധിയുള്ള കുട്ടികളെ മാത്രം കൊടുത്താൽ മതി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇവിടെ ബുദ്ധിയുള്ളതിനും കൊണ്ടുവരണം, ബുദ്ധിയില്ലാത്തതിനും കൊണ്ടുവരണം. കാരണം പഠന സമ്പ്രദായത്തിൻ്റെ സംവിധാനം അതാണ്. അതാണ് കാന യതഖവ്വലുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനിക്ക് ഇൽമു പഠിപ്പിക്കുന്ന അവസരത്തിൽ പ്രത്യേകമായും കൊണ്ടിട്ട് അവർക്കുള്ള മനഃശാസ്ത്രവും അവരോട് ബന്ധപ്പെട്ട മറ്റുള്ള സംഗതികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ നിൽക്കുന്നതായ ഒരു സംവിധാനം എന്ന് ആ പഠിപ്പിക്കേണ്ട സ്ഥലവും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, നമ്മളിപ്പോൾ എന്തിനത്ര വലിയ മദ്രസ എടുത്ത് അത്ര വലിയ സൗകര്യങ്ങളൊക്കെ നടത്തി? അത് കാലികമായുള്ള സൗകര്യങ്ങൾ പഠനത്തിന് വേണ്ടി നടത്തണം. അത് നടത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. സഹാബത്തിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധ്യാപനം നടത്തിയത് അങ്ങനെയാണ്. ആ കാലഘട്ടത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നോക്കി, അവർക്കുള്ള ജനങ്ങളുടെ സൗകര്യങ്ങൾ നോക്കി, പഠിക്കാൻ വരുന്നവൻ്റെ സൗകര്യങ്ങൾ നോക്കി, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്രസൻ്റെ സംവിധാനം അങ്ങനെയായിരുന്നു.
അപ്പോൾ അതുപോലെ നമ്മളെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇപ്പോൾ പഴയ കാലത്ത് വാപ്പാരൊക്കെ പിന്നെ നമ്മളെ വാപ്പാരൊക്കെ പഠിച്ചത് അവർ ഫാൻ ഇല്ലാതെയാണ് പഠിച്ചത്. നിങ്ങളും ഫാൻ ഇല്ലാതെ പഠിച്ചോ എന്ന് നമുക്ക് കുട്ടികളോട് പറയാൻ പറ്റുമോ? പറ്റൂല. അവർക്ക് ഫാന് പോലെ ചിലപ്പോൾ AC വേണമെങ്കിൽ AC തന്നെ വെച്ച് കൊടുക്കേണ്ടി വരും. കാരണം കാലങ്ങൾ അങ്ങനെയാണ്. കാലത്തിനനുസരിച്ചുള്ള അതിൻ്റെ ഭൗതികമാവുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. നബി അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കാലികമാവുന്നതായ ഭൗതിക സംവിധാനങ്ങളുണ്ടല്ലോ, ആ സംവിധാനങ്ങൾ പഠന രംഗത്ത് ആവശ്യമുള്ള മാതിരിക്ക് ഒരുക്കി കൊടുക്കുക. ആ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ചില സൗകര്യങ്ങളൊക്കെ നമ്മളെ വാപ്പമാർ പഠിച്ചതോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതല്ലാത്ത മുമ്പ് മണ്ണിലിരുന്നും കൊണ്ട് എഴുതി പഠിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ രൂപത്തിൽ ഓത്തുപള്ളിൻ്റെ രൂപത്തിലായി, പിന്നെ അത് കഴിഞ്ഞപ്പോൾ മദ്രസയുടെ രൂപത്തിലായി. ഇതേമാതിരിക്കൊന്നും സൗകര്യമില്ലാത്ത മദ്രസകളിലായിരിക്കും നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളെ കുട്ടികളും അങ്ങനെ പഠിച്ചോട്ടേതല്ല, അവർക്ക് അവരെ ബുദ്ധിക്കും മറ്റൊക്കെ എല്ലാ നിലക്കുള്ള വികാസത്തിനും ആവശ്യമായ നിലക്കുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മളെ നാടുകളിലൊക്കെ ഇപ്പോൾ മദ്രസൊക്കെ നമ്മൾ പുനർനിർമ്മാണം നടത്തി അതൊക്കെ ശാസ്ത്രീയമാവുന്നതായ നിലക്കന്നെ മദ്രസകളൊക്കെ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സംവിധാനവും മറ്റും ഒരുക്കി അങ്ങനെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിട്ടുള്ളതായ ഒരു സംവിധാനത്തിലേക്ക് നമ്മളും ചെന്നെത്തിയത് അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ആ നിലക്ക് മദ്രസകളൊക്കെ സൗകര്യങ്ങൾ പൂർണ്ണമായി ഏറ്റവും സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് മദ്രസകൾക്കാണ്. കാരണം വിശുദ്ധമാവുന്നതായ ആ വഹിയിൻ്റെ പ്രചാര സഭകളാണ് ഈ മദ്രസകളൊക്കെ. വഹിയിൻ്റെ പ്രചാര സഭകൾ എന്ന് പറഞ്ഞാൽ വഹിയിനെ പ്രചരിപ്പിക്കപ്പെടുന്ന ആ സ്ഥലം വളരെ വിശുദ്ധാവണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ ഒരു സുപ്രഭാതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ ഇറക്കി കൊടുക്കുകയല്ലേ ചെയ്തത്. നബിൻ്റെ ഹൃദയത്തിനെ പറ്റിയാണ് ആദ്യം പരിശോധിച്ചത്. ആ ഹൃദയം എത്രമാത്രം വിശുദ്ധമാണോ എന്ന് പരിശോധിച്ചു. ആ ഹൃദയത്തിൻ്റെ വിശുദ്ധതയെ സംബന്ധിച്ച് അല്ലാഹു ആദ്യം പരിശോധന നടത്തി. ആ പരിശോധനയാണ് അവ്വലു മാ ബുദിയ ബി അർറുയ സ്വാലിഹാ. ആദ്യം വന്നത് നല്ല സ്വപ്നങ്ങളായിരുന്നു. എന്തിനാ? ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വഹി 2-3 രൂപത്തിലാണ്. അതിനുള്ള ഒരു രൂപമാണ് മലക്ക് വരിക എന്ന് പറഞ്ഞത്. അതിൻ്റെ മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ വരാൻ തുടങ്ങി. ഈ സ്വപ്നങ്ങളുടെ സ്വഭാവം എന്താ? ഏത് സ്വപ്നവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ആ സ്വപ്നത്തിനെ ദർശിച്ചു അതേപോലെ അത് നടപ്പിൽ വരിക. അതിൻ്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഹൃദയം വിശുദ്ധമാവുന്നതായ ലൗഹുൽ മഹ്ഫൂദുമായി ബന്ധപ്പെട്ട് ലൗഹിലുള്ളതായ സംഗതികളെ ശരിയായ നിലക്ക് മനസ്സിലാക്കാൻ മാത്രം നബിൻ്റെ ഹൃദയം വിശുദ്ധമായിട്ടുണ്ട്. അത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് മലക്ക് വരേണ്ടത്. അപ്പോൾ വിശുദ്ധമായ ഹൃദയങ്ങളാവണം. ആൾക്ക് ബുദ്ധിയുണ്ടോ എന്നല്ല നോക്കേണ്ടത്. പഠിക്കാൻ വരുന്ന കുട്ടിക്ക് അവൻ്റെ ഹൃദയം നമ്മൾ വിശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അവൻ്റെ ഹൃദയം ശുദ്ധമാക്കാൻ വേണ്ടിയുള്ളതായ പ്രവർത്തനങ്ങളാണ് ആദ്യം നടത്തേണ്ടത്. അങ്ങനെ വിശുദ്ധമായ ഹൃദയത്തിലേക്കാണ് ഈ വിശുദ്ധ ഖുർആനാണെങ്കിലും തിരുസുന്നത്താണെങ്കിലും അതിൻ്റെ വ്യാഖ്യാനങ്ങളാണെങ്കിലും അതൊക്കെ കടന്നു വരേണ്ടത്. അതുകൊണ്ടാണ് ഒരു പെടുന്നതിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കാതെ ആദ്യം നല്ല നല്ല സ്വപ്നങ്ങൾ വന്നു. ആ സ്വപ്നങ്ങളൊക്കെ കണ്ടതുപോലെ പുലരാൻ തുടങ്ങിയപ്പോൾ പിന്നെന്താണ് സംഭവിച്ചത്? മലക്ക് വരികയാണ്. മലക്ക് വന്നിട്ട് സുപ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഓതി കൊടുക്കല്ലേ ചെയ്തത്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ വിശുദ്ധ ഖുർആന്റെ കോപ്പി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോപ്പി കൊടുത്തിട്ട് ആ കോപ്പിയിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ തങ്ങളിലേക്ക് ഇറക്കാൻ പോകുന്നതായ ആ ഇറക്കപ്പെടുന്ന ഈ കിതാബ്, ആ കിതാബിൻ്റെ പൂർണ്ണ രൂപമാണ് ഞാൻ നിങ്ങളെ കയ്യിൽ തന്നിട്ടുള്ളത്. ഇതിൻ്റെ രേഖയാണ് അവിടെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് നബിയെ തങ്ങൾ കാണുന്നുണ്ടോ എന്നാ ചോദ്യം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശരിക്ക് കാണുകയാണ്. ലൗഹുൽ മഹ്ഫൂദിലുള്ള ഖുർആൻ്റെ ആ രേഖപ്പെടുത്തപ്പെട്ട രേഖ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. അത് കണ്ട് എന്ന് ഉറപ്പുണ്ടാവുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, ഇഖ്റ നബിയെ തങ്ങൾ എന്നാ ഓതിക്കാണീൻ. അപ്പം അത്രമാത്രം വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്തിൻ്റെ ഉലൂമുകൾ, ആ ഉലൂമുകളെ ഇറക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉന്നതമാവുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. നുബുവത്തിൻ്റെ മുമ്പും തെറ്റ് ചെയ്തില്ല, നുബുവത്തിൻ്റെ ശേഷം തെറ്റ് ചെയ്തില്ല. ഒരു കറാഹത്ത് പോലും ചെയ്യാത്തതായ ഉന്നതമാവുന്ന വ്യക്തിത്വത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വിശുദ്ധമായ ഹൃദയമാണെന്ന് ഉറപ്പുവരുത്തി. അതിൻ്റെ ശേഷമാണ് ഖുർആൻ നബിയുടെ ഹൃദയത്തിലേക്ക് വരാൻ തുടങ്ങിയത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനെ ജിബ്രീലിൻ്റെ ഒപ്പം കൂടിക്കൊണ്ടിട്ട് നബി വായിക്കാൻ തുടങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞത് എന്താ? ലാ തുഹരിക് ബിഹി ലിസാനക്ക്, നബിയെ തങ്ങൾ നാവ് അനക്കരുത്. നാവ് കൊണ്ട് അല്ല ഈ പണി അധികം ചെയ്യേണ്ടത്. ഹൃദയം വിശുദ്ധമാണോ
ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു, നബിയെ ആ ഖുർആനെ നബിയെ തങ്ങൾക്കുള്ളതായ ഹൃദയത്തിലേക്ക് അതിനെ ഒരുക്കിത്തരലും അതിനെ പൂർണ്ണമായി ഹൃദയത്തിൽ അതിനെ സമ്മേളിപ്പിക്കലും അതിനെ ഓതിത്തരിക എന്നുള്ള പണിയൊക്കെ നമ്മളെ പണിയാണ്. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക്, നബിയെ തങ്ങളെ ഹൃദയത്തിലേക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് ഓതുന്ന സമയത്ത് തന്നെ വിശുദ്ധ ഖുർആൻ ഇറങ്ങി വരും. നബി ധൃതി കൂടേണ്ട ആവശ്യമില്ല. ജിബി ആ ഓത്ത് കേട്ടാൽ മതി. ഓതുന്ന സമയത്ത് തന്നെ ഒരു കാസറ്റിൽ നിന്ന് മറ്റൊരു കാസറ്റിലേക്ക് പതിക്കുന്നത് പോലെ നബിൻ്റെ ഹൃദയത്തിലേക്ക് ആ ഖുർആൻ ഇറങ്ങി വരും. എന്തുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങി വരുന്നത്? അത് വിശുദ്ധമാവുന്നൊരു ഹൃദയമായതുകൊണ്ട്. അപ്പോൾ ഹൃദയം വിശുദ്ധാക്കാനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മളെ കുട്ടികൾക്കുള്ളതായ ഹൃദയങ്ങളെ നമ്മൾ വിശുദ്ധാക്കുക, നല്ലത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ നിലക്ക് നല്ല വിശുദ്ധമായ ഹൃദയത്തിനോടുകൂടി മദ്രസകളിലേക്ക് വന്ന കുട്ടിയിലേക്ക് വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ ഇൽമും കൂടി വന്നാൽ ആ കുട്ടി ഈ ലോകത്ത് എല്ലാവർക്കും മാതൃകയാകുന്നതായ ഒരു പുരുഷനായിട്ടായിരിക്കും അവൻ വളർന്നു വരിക. അവനിൽ നിന്ന് തീവ്രതയോ അവനിൽ നിന്ന് ഭീകരവാദമോ അല്ലെങ്കിൽ മറ്റുള്ളതായ വേണ്ടാത്തവരോ അവനിൽ നിന്നുണ്ടാവില്ല. ആ നിലക്കുള്ളതായ ഒരു സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇതുപോലുള്ള മദ്രസകളിൽ കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മദ്രസകളൊക്കെ എല്ലാ നിലക്കുള്ള അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അതിനൊക്കെ പുനർനിർമ്മാണം ചെയ്യുക എന്നുള്ളത് കാലികമായി ആവശ്യമുള്ളതായ ഒരു സംഗതിയാണെന്ന് കൂടി എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്താവുന്നതായ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഈ മദ്രസൻ്റെ നിർമ്മാണത്തിലേക്ക് സംഭാവന ചെയ്ത എല്ലാവരുടെയും സംഭാവന അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അത് ആഖിറത്തിൽ അവർക്കുള്ള ഹസനാത്തിൻ്റെ തുലാസിൽ അള്ളാഹു വലിയ ഭാരമായും കൊണ്ട് തൂക്കിക്കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മദ്രസനെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ മദ്രസൻ്റെ മറ്റുള്ള ഖിദ്മത്തുകളുമായി ഖിയാമത്ത് നാൾ വരെ അതിന് നിന്നു വരാനുള്ള തൗഫീഖ് ഈ നാട്ടുകാർക്കും ഈ നാട്ടിൽ നിന്ന് ഇനി ഉണ്ടാകുന്നതായ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന മക്കൾക്കും അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. നമ്മളെല്ലാവർക്കുമുള്ള നമ്മളോട് ബന്ധപ്പെട്ടവർക്കുള്ള എല്ലാ രോഗങ്ങളെയും അള്ളാഹു ഷിഫിയാക്കി തട്ടെ. നമ്മളെ കുടുംബത്തിലൊക്കെ അള്ളാഹു സാലിഹീങ്ങളാക്കി തട്ടെ. മഹത്താവുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഈ വിശുദ്ധമായ അഖീദ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സംവിധാനം ചെയ്യുന്ന ഈ അഖീദൻ്റെ മേൽ അടിയുറപ്പിച്ച് നിന്ന് ജീവിക്കാനും ഈ അഖീദക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമ്മൾക്ക് എല്ലാവർക്കും ഖിയാമത്ത് നാൾ വരെ നമ്മളിൽ നിന്നുണ്ടാവുന്ന സന്താന പരമ്പരകൾക്കും അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.